പത്തനംതിട്ടയിൽ ഡിജിറ്റൽ അറസ്റ്റ്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ മുൻ പ്രതിരോധ വകുപ്പ് ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപ തട്ടിയെന്ന് പരാതി. പത്തനംതിട്ട സ്വദേശി കെ തോമസിന്റെ കയ്യിൽ നിന്നുമാണ് സംഘം പണം തട്ടിയത്. വാട്സ്ആപ്പ് വീഡിയോ കോളായിട്ടാണ് പത്തനംതിട്ട കുഴിക്കാട് സ്വദേശി കെ തോമസിനെ തട്ടിപ്പുകാർ സമീപിച്ചത്. സംഘത്തിലെ ഒരാൾ പോലീസ് വേഷത്തിലായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള CBI ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തി. തോമസിന്റെ അക്കൗണ്ടിലുള്ളത് അനധികൃത പണമാണെന്ന് സംശയിക്കുന്നതായും പണം റിസർവ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനും നിർദ്ദേശിച്ചു. പരിശോധനകൾക്ക് ശേഷം തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകി. തുടർന്നാണ് തോമസ് പണം നൽകാൻ തീരുമാനിച്ചത്. ശരിക്കുള്ള പാർട്ടിയാണെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര അയക്കണമെന്ന് ചോദിച്ചു. 10 ലക്ഷം അയക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ ചെന്ന് ബാങ്കിൽ നമ്മുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് പറഞ്ഞു ഇവർക്ക് 10 ലക്ഷം രൂപ അയക്കണമെന്ന് പറഞ്ഞു. അവരയച്ചു. അത് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു സാറേ ഒരു 35 ലക്ഷം രൂപ ഇങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 20-ാം തീയതി തട്ടിപ്പുകാർ നൽകിയ അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപ കൈമാറി. 23-ാം തീയതി സ്ഥിര നിക്ഷേപം കൂടി പിൻവലിച്ച് 35 ലക്ഷം രൂപ കൂടി കൈമാറി. അവിടെയും അവസാനിച്ചില്ല തട്ടിപ്പ്. ഓഹരി നിക്ഷേപം കൂടി പണമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് തോമസിന് തട്ടിപ്പിനിരയായ എന്ന സംശയം തോന്നിയത്. ഷെയർസ് വിറ്റിട്ട് എന്തിനാ പൈസ? അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു കസിൻ്റെ മോനുണ്ട്, പുള്ളിയോട് പറഞ്ഞു, ബാങ്കിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷന് വിടണം, അത് കള്ള തരത്തിലുള്ള പാർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പത്തനംതിട്ട പോയിട്ട് SP ഓഫീസിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ ഇവിടെയെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിരോധ വകുപ്പിൽ നിന്നും വിരമിച്ച തോമസ് ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. ഏകമകൻ ജോലി സംബന്ധമായി അമേരിക്കയിലാണ്. ബന്ധുക്കളുടെ സഹായത്തോടെ പത്തനംതിട്ട SP ക്കും പത്തനംതിട്ട സൈബർ പോലീസിനും പരാതി നൽകി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.